യൂത്ത് ഫോർ ക്രൈസ്റ്റ്. നമസ്കാരം. യൂത്ത് ഫോർ ക്രൈസ്റ്റിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. യൂത്ത് ഫോർ ക്രൈസ്റ്റ്. ക്രിസ്തുവിനെ കണ്ടെത്തിയവർക്ക് അത് മറ്റുള്ളവർക്ക് പകർന്നു നൽകാൻ ഇന്ന് വളരെ എളുപ്പമാണ്. നമ്മൾ ജീവിക്കുന്ന ചുറ്റുപാടിൽ ചിലപ്പോഴൊക്കെ നമ്മൾ യാത്ര ചെയ്യുമ്പോൾ, നമ്മുടെ ജോലി സ്ഥലങ്ങളിൽ, എന്തിന് നമ്മൾ പഠിക്കുന്ന ഇടങ്ങളിൽ പോലും നമുക്കതിനുള്ള സാധ്യതകളുണ്ട്. ഇന്ന് നമ്മളൊരാളെ പരിചയപ്പെടുന്നു. ബ്ലെസി ചെറിയാൻ. 5 വർഷത്തെ ജീസസ് യൂത്തിൻ്റെ പ്രവർത്തനങ്ങളിലൂടെ അതിൻ്റെ നേതൃത്വത്തിലേക്ക് ഉയർന്ന ബ്ലെസി ഇപ്പോൾ കാലിക്കറ്റ് സോണൽ സർവീസ് ടീം മെമ്പറായി പ്രവർത്തിക്കുന്നു. ബ്ലെസിയുടെ ജീവിതാനുഭവങ്ങളിലൂടെയാണ് ഇന്ന് നമ്മൾ യാത്ര ചെയ്യുന്നത്. യൂത്ത് ഫോർ ക്രൈസ്റ്റ്. ആത്മീയ കാര്യങ്ങളിൽ ഒത്തിരിയേറെ ശ്രദ്ധ ചെലുത്തുന്ന ഒരു കുടുംബത്തിലാണ് ഞാൻ ജനിച്ചത്. പപ്പയൊരു ജീസസ് യൂത്ത് ആണ്. അപ്പം ജീസസ് യൂത്ത് പ്രയർ ഗ്രൂപ്പുകളൊക്കെ വീട്ടിൽ ഇടയ്ക്ക് കൂടാറുണ്ട്. അങ്ങനെ പ്രാർത്ഥനയുടെ ഒരു അന്തരീക്ഷം എൻ്റെ ചെറുപ്പം മുതലേ വീട്ടിലുണ്ടായിരുന്നു. ഞങ്ങൾ 3 മക്കളാണ്. ഞങ്ങളുടെ ഒരു ആത്മീയ കാര്യങ്ങളിൽ പപ്പയും മമ്മിയും ഒത്തിരിയേറെ ശ്രദ്ധിച്ചിരുന്നു. എൻ്റെ ചെറുപ്പകാലങ്ങളിൽ വീട്ടിൽ നടന്ന പ്രാർത്ഥന കൂട്ടായ്മകളൊക്കെ തന്നെയും എൻ്റെ ജീവിതത്തെ ഒത്തിരി സ്വാധീനിച്ചിട്ടുണ്ട്. ആ സമയങ്ങളിൽ ഞാൻ കണ്ടുമുട്ടിയ നല്ല വ്യക്തികളും അവരുടെ ജീവിതാനുഭവങ്ങളും ഒക്കെ ഏറെ എന്നെ സ്വാധീനിച്ചിട്ടുണ്ട്. അതുപോലെ എൻ്റെ ഒരു ബാല്യകാലത്തിന് ശേഷം എൻ്റെ UP ഹൈസ്കൂൾ കാലഘട്ടങ്ങളിൽ ക്രിസ്റ്റീൻ്റെ ഒത്തിരിയേറെ പ്രോഗ്രാമുകൾക്ക് പങ്കെടുക്കുകയും അവരുടെ സെമിനാറുകളും ധ്യാനവും ഒക്കെ കൂടാനിട വന്നു. അപ്പം അത് എൻ്റെ ജീവിതത്തെ ഒരു തരത്തിൽ ദൈവം രൂപപ്പെടുത്തിക്കൊണ്ടേയിരുന്നു അതിലൂടെ. അങ്ങനെ വ്യത്യസ്തമായ കാര്യങ്ങൾ കേൾക്കുവാനും ഈശോയോടുള്ള സ്നേഹം കൂടുതൽ ആഴത്തിൽ വളരുവാനും, സ്നേഹത്തിൽ ആ ആഴത്തിലും ബോധ്യത്തിലുമൊക്കെ വളരുവാനൊക്കെ ഒത്തിരിയേറെ ക്രിസ്റ്റീൻ എന്നെ സഹായിച്ചിട്ടുണ്ട്. UP ഹൈസ്കൂൾ കാലഘട്ടങ്ങളിൽ സ്കൂളിലുള്ള എൻ്റെ ഫ്രണ്ട്സിനെ കൂട്ടി ഞാൻ പഠിച്ചതൊക്കെ ക്രിസ്ത്യൻ മാനേജ്മെൻറ്റ് സ്ഥാപനങ്ങളിലാണ്. അപ്പം അതിനോട് ചേർന്നുള്ള ദേവാലയങ്ങളിൽ എൻ്റെ ഫ്രണ്ട്സിനെയൊക്കെ ഒപ്പം കൂട്ടി ഞങ്ങൾ ഒരുമിച്ച് പോവുകയും പ്രാർത്ഥിക്കുകയും ഒക്കെ ചെയ്തിരുന്നു. അതുപോലെ എല്ലാ വർഷവും ഞങ്ങളുടെ സ്കൂളിൽ നടത്താറുള്ള റിട്രീറ്റിൽ പങ്കെടുക്കുക, ഇതൊക്കെയാണ് എൻ്റെ ചെറുപ്പകാലങ്ങളിൽ എനിക്ക് തോന്നുന്നു ഈശോയോടുള്ള സ്നേഹത്തിൽ വളരാൻ വേണ്ടിയിട്ട് എൻ്റെ മാതാപിതാക്കളും ടീച്ചേഴ്സും ഞാൻ കണ്ടുമുട്ടിയിട്ടുള്ള അധ്യാപകരും വൈദികരുമായിട്ടുള്ള ഒത്തിരി ആളുകൾ ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. ഇങ്ങനെ ക്രിസ്ത്യൻ ഫോർമേഷനൊക്കെ കിട്ടി. തുടർന്ന് ഞാൻ ഹയർ സെക്കൻഡറിയിലേക്ക് വരുന്ന സമയത്ത് ഞാൻ പഠിച്ചൊരു ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂളിലാണ്. അതുപോലെ തന്നെ ആ സമയത്ത് NCCയിൽ ഇൻവോൾവ് ആയിരുന്നു. പലപ്പോഴും ക്യാമ്പും കാര്യങ്ങളൊക്കെ ആയിട്ട് പോകുമ്പം ഞായറാഴ്ച കുർബാനയ്ക്ക് പോലും പങ്കെടുക്കാൻ പറ്റാത്തൊരു സാഹചര്യം അന്നുണ്ടായിരുന്നു. എന്ന് വിചാരിച്ച് ഞാൻ ആ സമയങ്ങളിൽ ഈശോയുമായിട്ട് ഒത്തിരി അകന്നുപോയി എന്നുള്ളതല്ല, പ്രാർത്ഥനയുടെ ഒരു ജീവിതം അന്നും എനിക്കുണ്ട്. സങ്കടങ്ങളിലാണെങ്കിലും സന്തോഷങ്ങളാണെങ്കിലും ഈശോയോടൊപ്പം ചേർന്ന് ചെലവഴിക്കണമെന്നുള്ള ആഗ്രഹമൊക്കെ ഉണ്ട്. പക്ഷേ ചില സാഹചര്യങ്ങളിൽ ഒന്ന് അത്രയ്ക്ക് അടുത്ത് നിൽക്കാനൊന്നും പറ്റിയിരുന്നില്ല. പിന്നീട് എൻ്റെ ഹയർ സെക്കൻഡറി കാലഘട്ടത്തിൻ്റെ അവസാന സമയങ്ങളിലാണ് ഞാൻ ജീസസ് യൂത്തുമായിട്ട് കാര്യമായിട്ട് ഇൻവോൾവ് ചെയ്യുന്നത്. തുടർന്ന് അങ്ങോട്ട് ദേവഗിരി ക്യാമ്പസിലേക്ക് കടന്നു വരുന്നു. BEd പ്രോഡൻസ് കോളേജ് ചെയ്യുന്നു.
ഇങ്ങനെ ഈ ഒരു കഴിഞ്ഞൊരു 5 വർഷം ആണ് എൻ്റെ ജീവിതത്തിൽ ജീസസ് യൂത്ത് മൂവ്മെൻറ്റിലൂടെ ദൈവം എന്നെ ഒത്തിരിയേറെ വളർത്തുകയും അതുപോലെ എന്നെ ഒത്തിരി രൂപപ്പെടുത്തുകയും ചെയ്തിട്ടുണ്ട്. കുറേ തിരുത്തലുകൾ നൽകാനുള്ള ഒത്തിരി വേറെ വ്യക്തികളെ ദൈവം തന്നു. ദേവഗിരി കോളേജിലേക്ക് അതായത് കോഴിക്കോട് സോണിൻ്റെ സർവീസ് ടീമിൻ്റെ ഭാഗമായിരുന്നെങ്കിലും ക്യാമ്പസ് മിനിസ്ട്രിയിലാണ് ഞാൻ ഏറെയും പ്രവർത്തിച്ചിട്ടുള്ളത്. അപ്പം പഠനത്തോടൊപ്പം നമ്മളുടെ ക്യാമ്പസുകളിൽ ഈശോയ്ക്ക് വേണ്ടിയിട്ട് എങ്ങനെ ഒരു നല്ല സാക്ഷിയായിട്ട് ജീവിക്കാമെന്നൊക്കെ എൻ്റെ സീനിയേഴ്സായിട്ടുണ്ടായിരുന്ന ആളുകൾ ആ സമയത്ത് പാസ്റ്ററായിരുന്ന ജിസ്യൂത്തിൻ്റെ പാസ്റ്ററായിരുന്ന മാത്യു കുളപ്പുറവച്ചൻ, ലൂസ് സിസ്റ്റർ, ഇങ്ങനെയുള്ള വ്യക്തികളെല്ലാം പഠനത്തോടൊപ്പം ഈശോയെ പ്രഘോഷിച്ചുകൊണ്ട് നമ്മളുടെ ക്യാമ്പസുകളിൽ ജീവിക്കേണ്ടതിനെക്കുറിച്ചും ഒക്കെയുള്ള ഒരു വലിയ ബോധ്യങ്ങൾ നൽകുവാൻ ഈ വ്യക്തികളൊക്കെ എൻ്റെ ജീവിതത്തിൽ ഒത്തിരിയേറെ പങ്കുവഹിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ LSF ട്രെയിനിങ് പ്രോഗ്രാം, ഈ ഒരു ട്രെയിനിങ് പ്രോഗ്രാമിലൂടെയൊക്കെ കടന്നു വന്നപ്പോഴും ഞാൻ ഓർക്കുന്നു, എൻ്റെ ആദ്യത്തെ ഒരു ട്രെയിനിങ് പ്രോഗ്രാം കഴിഞ്ഞ് ഞാൻ ദേവഗിരി കോളേജിലേക്ക് വരുമ്പം ഞാൻ അന്ന് കണ്ട എല്ലാ വ്യക്തികളോടും ഈശോയെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. എത്രത്തോളം ഞാൻ പങ്കുവച്ച വചനം എത്രത്തോളം ബലം പുറപ്പെടുവിച്ചു എന്ന് എനിക്കറിയില്ല. പക്ഷേ ഈശോ പറഞ്ഞ പോലെ നിങ്ങൾ ലോകമെങ്ങും പോയി എല്ലാ സൃഷ്ടികളോടും സുവിശേഷം പ്രഘോഷിക്കാൻ പറഞ്ഞതുപോലെ എല്ലാ ആളുകളോടും എൻ്റെ ക്യാമ്പസിൽ എൻ്റെ ബാച്ചിൽ പഠിച്ചിട്ടുള്ള ആളുകളോട് എല്ലാവരോടും തന്നെ ഞാൻ ഈശോയെക്കുറിച്ച് എൻ്റെ ഒരു ചെറിയ അനുഭവമെങ്കിലും ഞാൻ ഷെയർ ചെയ്തിട്ടുണ്ട്. 100% ആളുകളോടും നല്ല എൻ്റെ മുൻപിൽ സാഹചര്യങ്ങൾ ദൈവം അനുകൂലമാക്കി തന്നിട്ടുള്ള എല്ലാ ആളുകളുടെ അടുത്തും തന്നെ ഞാൻ ഈശോയെക്കുറിച്ച് പങ്കുവച്ചിട്ടുണ്ട്. ബ്ലസ്സി നല്ലൊരു ജീസസ് യൂത്താണ് എന്ന് പറയുന്നതിൽ എനിക്ക് അതിയായ സന്തോഷമുണ്ട്. 2011 ബ്ലസ്സിയുമായി ഞാൻ ആദ്യമായിട്ട് പരിചയപ്പെടുന്നത്. അന്ന് മുതൽ ഇന്ന് വരെയുള്ള അനുഭവങ്ങളിലേക്കൊന്ന് തിരിഞ്ഞു നോക്കുകയാണെങ്കിൽ എവിടെയും എപ്പോഴും നല്ലൊരു ജീസസ് യൂത്തായി സാക്ഷ്യം വഹിക്കുവാനായിട്ട് ബ്ലസ്സിക്ക് സാധിച്ചിട്ടുണ്ട്. യേശുവിൽ കേന്ദ്രീകൃതമായ ഒരു ജീവിതം നയിക്കുവാൻ ബ്ലസ്സിക്ക് സാധിച്ചിട്ടുണ്ട്. ഏതൊരു കാര്യത്തിലാണെങ്കിലും ദൈവഹിതം അറിയുവാനും അത് അന്വേഷിക്കുവാനും അത് നിറവേറുന്നത് വരെ കാത്തിരിക്കുവാനുമുള്ള ഒരു വിശ്വാസ അധിഷ്ഠിതമായ ഒരു ജീവിത ശൈലി ബ്ലസ്സിയിൽ എനിക്ക് കാണുവാനായിട്ട് സാധിച്ചിട്ടുണ്ട്. അതുപോലെ ജീസസ് യൂത്ത് പ്രവർത്തനങ്ങളിൽ മാത്രമല്ല, ഇടവക തലത്തിലാണെങ്കിലും കാറ്റഗിസം പഠിപ്പിക്കുക, KCYM-ൽ സജീവമായി പ്രവർത്തിക്കുക, ജീസസ് യൂത്തിൽ പ്രവർത്തിക്കുക, ഇതൊക്കെ കൂട്ടി യോജിപ്പിച്ച് പ്രവർത്തിച്ചുകൊണ്ട് ഇടവക സമൂഹത്തെ പടുത്തുയർത്തുന്ന കാര്യത്തിലും നല്ലൊരു പങ്ക് വഹിക്കുവാൻ ബ്ലസ്സിക്ക് സാധിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ജീസസ് യൂത്ത് പ്രവർത്തന മേഖലകളിലേക്ക് തിരിഞ്ഞു നോക്കുമ്പോൾ വ്യക്തികളെ കണ്ടെത്തി അവരുടെ ആവശ്യങ്ങൾ കണ്ടറിഞ്ഞ് അവരെ സഹായിക്കുവാനും അതുപോലെ അവരെ ദൈവോന്മുഖരാക്കുവാനും ബ്ലസ്സിക്ക് സാധിച്ചിട്ടുണ്ട്. ഗ്രൂപ്പുകളുടെ വളർച്ചയിലാണെങ്കിൽ നല്ലൊരു പങ്ക് വഹിച്ചിട്ടുണ്ട്. സെൽ ഗ്രൂപ്പുകൾ സ്ഥാപിക്കുവാനും പ്രാർത്ഥനാ ഗ്രൂപ്പുകൾ തുടങ്ങുവാനും അത് സജീവമാക്കുവാനും ലീഡേഴ്സിനെ വാർത്തെടുക്കുന്ന കാര്യത്തിലുമൊക്കെ ബ്ലസ്സി നല്ല രീതിയിൽ സഹകരിച്ച് പ്രവർത്തിച്ചിട്ടുണ്ട്. ജീസസ് യൂത്തിൽ കുട്ടികളുടെ ഇടയിലാണെങ്കിൽ നല്ലൊരു ചേച്ചിയായി, നല്ലൊരു കൂട്ടുകാരിയായി, കുഞ്ഞുങ്ങൾക്ക് എപ്പോഴും ഒരു നല്ല ഒരു സഹായം കൊടുക്കുവാനായിട്ട് ബ്ലസ്സിക്ക് സാധിച്ചിട്ടുണ്ട്. പഠനവും പ്രാർത്ഥനയും ബന്ധങ്ങളുമൊക്കെ നല്ല രീതിയിൽ വളർത്തിയെടുക്കുവാൻ ബ്ലസ്സിക്ക് സാധിച്ചിട്ടുണ്ട്. അതുപോലെ അധികാരികളുമായിട്ടുള്ള ബന്ധങ്ങൾ നോക്കിയാൽ, ഇടവക വികാരിയുമായി നവീകരണത്തിൽ ഉള്ള ബന്ധങ്ങൾ നോക്കിയാൽ വൈദികരുമായുള്ള ബന്ധം, രൂപതയുമായിട്ടുള്ള ബന്ധം, വൈദികർ, അതുപോലെ സിസ്റ്റേഴ്സ്, പഠിപ്പിക്കുന്ന അധ്യാപകർ, പഠിക്കുന്ന സ്ഥാപനങ്ങളിലെ അധ്യാപകരും അധികാരികളും അതുപോലെ സഹപ്രവർത്തകരും ഒപ്പമുള്ളവരുമൊക്കെയായി എല്ലാവരുമായി നല്ലൊരു ബന്ധം സ്ഥാപിക്കുവാനായിട്ട് ബ്ലസ്സിക്ക് സാധിച്ചിട്ടുണ്ട്. ആരും ഏതൊരു ആവശ്യത്തിലും എന്ത് സഹായത്തിനും വിളിച്ചാലും ബ്ലസ്സി അവിടെയുണ്ട്. കണ്ടറിഞ്ഞ് സഹായിക്കാനും ബ്ലസ്സി സന്നദ്ധയാണ്. ഇപ്പോൾ വ്യക്തിപരമായിട്ട് പറഞ്ഞാൽ ഞാനാണെങ്കിൽ പല ഉത്തരവാദിത്തങ്ങളും ബ്ലസ്സിയെ ഏൽപ്പിച്ചിട്ടുണ്ട്. ഒരു മടിയും കൂടാതെ ഏറ്റവും വിശ്വസ്തയോടെ അത് വളരെ മനോഹരമായിട്ട് ചെയ്തു തീർക്കുന്ന ഒരു നല്ല ശൈലി എനിക്ക് ബ്ലസ്സിയിൽ കണ്ടെത്താനായിട്ട് സാധിച്ചിട്ടുണ്ട്. അതുപോലെ പ്രാർത്ഥനാ ഗ്രൂപ്പുകളിലും കഴിയുന്നത്ര പങ്കെടുക്കുവാനും മറ്റുള്ളവരെ പങ്കെടുപ്പിക്കുന്ന കാര്യത്തിലും പ്രോത്സാഹിപ്പിക്കുന്ന കാര്യത്തിലും ഫോൺ വഴി മറ്റുള്ളവരെ
ക്ഷേമാന്വേഷണങ്ങൾ നടത്തുവാനും ഒരാളെ ഗ്രൂപ്പിൽ വരാതിരുന്നാൽ അവരെ അന്വേഷിച്ച് കണ്ടെത്തുവാനുമൊക്കെ പലപ്പോഴും ബ്ലസ്സി താല്പര്യമെടുക്കാറുണ്ട്. മറ്റുള്ളവരുടെ ആവശ്യങ്ങൾ കണ്ടറിഞ്ഞ് സഹായിക്കുന്നതിൽ ബ്ലസ്സി മുൻപന്തിയിൽ തന്നെയുണ്ട്. അപ്പോൾ എല്ലായിടത്തും എപ്പോഴും ഒരു നല്ലൊരു ജീസസ് യൂത്തായി യേശുവിൽ കേന്ദ്രീകൃതമായ ഒരു ജീവിതം നയിച്ചുകൊണ്ട് തന്നെ സഭയ്ക്കും സമൂഹത്തിനും ഇടവകയ്ക്കും കുടുംബത്തിനും ഒക്കെ ഒരു അനുഗ്രഹമായി തീരുവാൻ ബ്ലസ്സിക്ക് സാധിച്ചു എന്നുള്ളത് ഒരു വലിയൊരു ദൈവകൃപയുടെ പ്രവർത്തനമായി ആ ദൈവകൃപയോട് സഹകരിച്ചുള്ള ഒരു ജീവിത ശൈലിയുമായി ഞാൻ ബ്ലസ്സിയിൽ കാണുന്നു. Youth for Christ. സ്നേഹം വർണ്ണിച്ചിടാൻ വാക്കുകൾ പോരാ, നന്ദി ചൊല്ലി തീർക്കുവാനേ ജീവിതം പോരാ. കഷ്ടപ്പാടിൻ കാലങ്ങളിൽ രക്ഷിക്കുന്ന സ്നേഹമോർത്താൻ എത്ര സ്തുതിച്ചാലും മതി വരുമോ. ദൈവസ്നേഹം വർണ്ണിച്ചിടാൻ വാക്കുകൾ പോരാ, നന്ദി ചൊല്ലി തീർക്കുവാനേ ജീവിതം പോരാ. Youth for Christ. ദേവഗിരി കോളേജിലെ പ്രവർത്തനങ്ങളെ കുറിച്ച് പറയുമ്പം അവിടുത്തെ പ്രയർ ഗ്രൂപ്പാണ് ഏറെ പ്രധാനപ്പെട്ടത്. എല്ലാ ബുധനാഴ്ചകളിലും ഉച്ചയ്ക്ക് GCU അംഗങ്ങൾ ഒരുമിച്ച് വരുന്ന പ്രയർ ഗ്രൂപ്പുകൾ ഉണ്ടായിരുന്നു. അതുപോലെ ചൊവ്വാഴ്ച കോർ ടീം കൂടി ബുധനാഴ്ചത്തെ ഒരു പ്രയർ ഗ്രൂപ്പിന് വേണ്ടിയിട്ടുള്ള ഒരുക്കം, മാസത്തിൽ ഒരിക്കൽ ദിവ്യകാരുണ്യ ആരാധന കോളേജിൻ്റെ സെമിനാർ ഹാളിൽ അറേഞ്ച് ചെയ്യുക, എല്ലാ ഹോസ്റ്റലേഴ്സിനെയും അതുപോലെ തന്നെ കോളേജിൻ്റെ അടുത്ത് വീടുള്ള എല്ലാ ആളുകളെയും അതിലേക്ക് വിളിക്കുക. അങ്ങനെ ഇതിനു വേണ്ടിയിട്ട് എടുത്തൊരു ഇത് ആളുകളെ എല്ലാവരെയും ഈ ഒരു പ്രോഗ്രാമിലേക്ക് ഒരുമിച്ച് കൂട്ടിക്കൊണ്ട് വരുവാനും ഒക്കെ എടുത്ത ഒരു ശ്രമങ്ങളാണ് പിന്നീട് എൻ്റെ ജീവിതത്തിൽ ദൈവം വലിയൊരു മുതൽക്കൂട്ടാക്കി മാറ്റിയത് എന്ന് എനിക്ക് തോന്നാറുണ്ട്. അതുപോലെ ദേവഗിരി കോളേജിൽ എത്തിക്കഴിഞ്ഞപ്പം ഷാലു, ഡയൻ, അനു എന്നൊക്കെ പറയുന്ന ഞങ്ങളുടെ ഒരു സെല്ല് അവിടുന്ന് ഫോം ചെയ്യുന്നു. ഈ സെല്ല് ഞങ്ങളുടെ പ്രാർത്ഥനാ ജീവിതത്തിലായിക്കോട്ടെ പഠനത്തിലായിക്കോട്ടെ ഈ ഒരു ഗ്രൂപ്പ് ഒത്തിരിയേറെ സഹായിച്ചിട്ടുണ്ട്. തിരുത്തലുകൾ തരുന്നതിനും കൂടെ സപ്പോർട്ട് ചെയ്യുന്നതിനും പ്രാർത്ഥിക്കുന്നതിനും അങ്ങനെ ദൈവം എൻ്റെ ജീവിതത്തിൽ നൽകിയിട്ടുള്ള ഇങ്ങനെയുള്ള ഒത്തിരിയേറെ ഫ്രണ്ട്സ് വഴിയാണ് ശരിക്കും എൻ്റെ ഒരു ഗ്രേസ് ഇല്ലാതിരുന്നതിൻ്റെ അടുത്തില്ലാതിരുന്നതിൻ്റെ ഒരു വിഷമമൊക്കെ ദൈവം മാറ്റിയെടുക്കാൻ ഇങ്ങനെയുള്ള അനേകം ആളുകൾ ദൈവം ആ സമയത്ത് ഉപയോഗിച്ചു. ഞാൻ ഓർക്കുന്നു +2 കഴിഞ്ഞ് പോരുന്ന സമയത്ത് ഒരു കെമിസ്ട്രി പഠിപ്പിച്ചുകൊണ്ടിരുന്ന ഒരു സുധീഷ് സാർ എൻ്റെ അടുത്ത് പറയാറുണ്ടായിരുന്നു, നിങ്ങൾ രണ്ടുപേരും എപ്പോഴും ഞങ്ങൾ ഒരുമിച്ച് നടക്കും, അപ്പം നിങ്ങൾ രണ്ടുപേരും രണ്ട് വഴിക്ക് പോയി കഴിയുമ്പോൾ ഒരു വലിയൊരു വേക്കൻസി നിങ്ങൾക്ക് ഫീൽ ചെയ്യും. അത് മറ്റ് സന്തോഷങ്ങളുടെ പുറകെയൊന്നും ആയി പോകരുത്. ഇന്ന് നിങ്ങൾ എങ്ങനെയാണോ അതുപോലെ തന്നെ നല്ല കുട്ടികളായിട്ട് മുമ്പോട്ട് പോകണമെന്നൊക്കെ സാറ് പറഞ്ഞു തന്ന ഒക്കെ ഞങ്ങളെ വിടുന്നത്. അപ്പം ആ ഒരു വേക്കൻസി ഫില്ല് ചെയ്യാൻ വേണ്ടി ഈശോയെ സ്നേഹിക്കുന്ന ഒത്തിരി യുവജനങ്ങളെ ഞാൻ ദേവഗിരി കോളേജിൽ കണ്ടു. എൻ്റെ ദേവഗിരി കോളേജിലെ ഒരു ആദ്യത്തെ പ്രയർ മീറ്റിംഗ് എൻ്റെ ഓർമ്മയിലേക്ക് വരുന്നു. ഇപ്പം വലിയൊരു മഴയുള്ള സമയമാണ്, ജൂൺ മാസത്തിൽ ജൂലൈയിലാണ് ഞങ്ങൾക്ക് ക്ലാസ് തുടങ്ങുന്നത്, നല്ല മഴയുടെ സമയം. അപ്പം കോളേജിനെ സംബന്ധിച്ച് GCU പ്രയർ ഗ്രൂപ്പ് കൂടാനുള്ള ഒരു റൂം തരാനോ അന്ന് അങ്ങനെ ഒരു ഫെസിലിറ്റി അവിടെ ഇല്ലായിരുന്നു. ഇതിനു മുമ്പ് GCU വേണ്ടി പ്രയർ ഗ്രൂപ്പ് കൂടാനൊക്കെയുള്ള റൂമൊക്കെ അവൈലബിൾ ആയിരുന്നു. എങ്കിലും ഞാൻ അവിടെ എത്തുന്ന സമയത്ത് റൂം കിട്ടാതെ പോവുക, ഒരുപക്ഷെ കോളേജിൽ മറ്റ് പ്രോഗ്രാമുകളൊക്കെ നടക്കുന്ന സമയത്തായിരിക്കാം റൂം കിട്ടാതെ വരുന്നു. വലിയൊരു മഴയത്ത് ഒരു മരത്തിൻ്റെ ചുവട്ടിൽ ഞങ്ങൾ ഒരു 10-12 പേര് ഒരുമിച്ച് നിന്ന് പ്രയർ ഗ്രൂപ്പ് തുടങ്ങിയത്. എൻ്റെ ജീവിതത്തിൽ ആ ദേവഗിരി കോളേജിൽ എൻ്റെ ആദ്യത്തെ പ്രയർ ഗ്രൂപ്പ് ഒരു മഴയത്ത് കുടയും ചൂടി നിന്നിട്ടുള്ള ഒരു പ്രയർ ഗ്രൂപ്പായിരുന്നു. തുടർന്ന് കോഴിക്കോട് സോണിൻ്റെ ട്രെയിനിങ് പ്രോഗ്രാമുകളിലേക്ക് ഈ കുട്ടികളെ അവരുടെ കോളേജുകളിൽ ഇൻഫർമേഷൻ കൊടുക്കുക. ഞാൻ ഒറ്റയ്ക്കല്ല, എൻ്റെ കൂടെ ഇതിനു വേണ്ടി എൻ്റെ കൂടെ എന്നല്ല, ഞാൻ മറ്റുള്ളവരുടെ കൂടെ ചേർന്നും എൻ്റെ കൂടെ ചേർന്നും ഒക്കെ പ്രവർത്തിക്കുന്ന ഒത്തിരി നല്ല യുവജനങ്ങളുടെ ഒരു കൂട്ടായ്മ കോഴിക്കോട് സോണിലുണ്ടായിരുന്നു. സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ ഓരോ വ്യക്തികളുമാണ് എൻ്റെ ഒരു വളർച്ചയിൽ ഒത്തിരി പങ്കുവഹിച്ചിട്ടുള്ള ആളുകളാണ്. പ്രത്യേകിച്ച് ആ സമയത്തുണ്ടായിരുന്ന
കോർഡിനേറ്റർ ഷോയി, ഷൈൻ, ബോബി എന്നൊക്കെ പറഞ്ഞ് മുന്നോട്ടുള്ള ഒത്തിരിയേറെ കോർഡിനേറ്റേഴ്സ് അവരുടെ വ്യത്യസ്തമായ സാഹചര്യങ്ങളിൽ അവരെ പിടിച്ചു നിന്നതും അവർ കോഴിക്കോട് സോണിനെ നയിച്ചതും ഈ ഒരു ടീമുകളുടെയൊക്കെ സെക്രട്ടറി ആയിട്ട് ആയിരുന്നു ഞാൻ ടീമിലുണ്ടായിരുന്നത്. അപ്പം കൂടുതൽ അവരുമായിട്ട് അടുക്കുകയും ഒക്കെ ചെയ്യുമ്പോഴും അവരുടെയൊക്കെ ഒരു പ്രവർത്തിക്കാനുള്ള, ഈശോയ്ക്ക് വേണ്ടി ജീവിക്കാനുള്ള ഒരു തീക്ഷ്ണതയൊക്കെ ഒക്കെ എന്നെ വളരെ കാര്യമായിട്ട് സ്വാധീനിച്ചിട്ടുണ്ട്. അതുപോലെ പഠനം വിട്ടുപോകാതെ പഠനത്തോടൊപ്പം ചേർന്ന് ഈശോയ്ക്ക് വേണ്ടിയിട്ട് പ്രവർത്തിക്കുക. ക്യാമ്പസിലെ ദൈവരാജ്യ പ്രഘോഷണം ഒരു പ്രഘോഷണം എന്ന് പറയുന്നത് വാക്കുകൾ കൊണ്ട് മാത്രമുള്ള ഒരു പ്രഘോഷണമല്ല. ക്യാമ്പസുകളിൽ ജീവിച്ച് ഈശോയെ പ്രഘോഷിക്കുകയാണ് ചെയ്യുക ക്യാമ്പസ് മിനിസ്ട്രിയിലൂടെയൊക്കെ. അപ്പം നമുക്കൊരു വാക്കുകൾക്കപ്പുറത്തേക്ക് നമ്മളുടെ ജീവിതത്തിലും ഒത്തിരിയേറെ മാറ്റങ്ങൾ അനിവാര്യമായിട്ട് വരും. കാരണം നമ്മൾ പറയുന്നതൊന്നും നമ്മളുടെ പ്രവർത്തനവും തമ്മിൽ അടുക്കാതെ പോകുമ്പോൾ ഉണ്ടാകുന്ന പ്രശ്നങ്ങളൊക്കെ ആദ്യ സമയങ്ങളിൽ ഞാനും ഒത്തിരിയേറെ അനുഭവിച്ചിട്ടുണ്ട്. അതിനുശേഷം ആ സമയങ്ങളിലൊക്കെ ഓരോ പ്രശ്നങ്ങളും അന്നത്തെ പാസ്റ്റർമാരായിരുന്ന അച്ഛന്മാരുടെ അടുത്തും സപ്പോർട്ട് ചെയ്ത അനിമേറ്റർ സിസ്റ്റേഴ്സിൻ്റെ അടുത്തും ഒക്കെ ഷെയർ ചെയ്യുമ്പോൾ അവർ ചെത്തി മിനുക്കി ഈശോയ്ക്ക് ഇഷ്ടമുള്ള രീതിയിലേക്ക് മാറ്റിയെടുക്കാൻ വേണ്ടി ഒത്തിരി ഹെൽപ്പ് ചെയ്തിട്ടുണ്ട് അവരൊക്കെ. അങ്ങനെ ലീഡർഷിപ്പിലേക്ക് വരുന്നു. ലീഡർഷിപ്പ് എന്ന് പറയുമ്പോൾ GCU ലീഡർഷിപ്പ് എല്ലാവർക്കും അറിയാവുന്നതുപോലെ സ്റ്റേജിൽ നിൽക്കുന്ന ഒരു ലീഡർഷിപ്പിനപ്പുറം ഓർഗനൈസ് ചെയ്യാനും എല്ലാവരുടെയും മുന്നിലിറങ്ങി കാര്യങ്ങൾ ചെയ്യുക, അത് കണ്ട് മറ്റുള്ളവർ ചെയ്യുക എന്നുള്ളതാണ് GCU ലീഡർഷിപ്പിൻ്റെ ഒരു പ്രത്യേകത. അങ്ങനെ ആ തരത്തിലൊക്കെ ഉള്ള മാറ്റങ്ങൾ എന്നിൽ വന്നു. ഒരു NCCയുടെ ഒരു സ്ട്രിക്റ്റ് ലീഡർഷിപ്പായിരുന്നു എൻ്റെ മനസ്സിലുള്ളൊരു ലീഡർഷിപ്പ് എന്ന് പറയുക. നമ്മൾ പറഞ്ഞാൽ ചെയ്യുന്ന, നമുക്ക് ഒരു വോയിസ് ഉള്ള ഒരു ലീഡറിനപ്പുറത്തേക്ക് ഒരു ലീഡർ ഇറങ്ങി കാര്യങ്ങൾ ചെയ്യുക, അത് കണ്ട് മറ്റുള്ളവർ ചെയ്യുക, അല്ലെങ്കിൽ ആ ലീഡറിനോടുള്ള ഒരു താല്പര്യത്തിനപ്പുറം ദൈവം എന്നെ ഏൽപ്പിച്ചൊരു ദൗത്യം എന്നുള്ളൊരു ലക്ഷ്യം വെച്ചുകൊണ്ട് ക്യാമ്പസുകളിൽ കാര്യങ്ങൾ ചെയ്യാം. കോളേജ് ക്യാമ്പസുകളിൽ വെറുതെ സമയം ചെലവഴിക്കാൻ ബ്ലെസ്സിയും കൂട്ടുകാരും തയ്യാറല്ല. ഫ്രീ ടൈമുകളിൽ മരച്ചുവട്ടിൽ ഒരുമിച്ചിരുന്ന് പ്രാർത്ഥിക്കുകയും മറ്റുള്ളവരോട് വചനം പങ്കുവയ്ക്കാൻ ഇവർ ശ്രമിക്കുകയും ചെയ്യുന്നു. Youth for Christ. സെക്കൻഡ് ഇയർ ഞാൻ പഠിക്കുന്ന സമയത്ത് ഞാൻ ഓൾ കേരള ടീമിൻ്റെ ഭാഗമാകുമ്പം ഒത്തിരിയേറെ യാത്രകൾ ചെയ്യേണ്ട ഒരു സമയമുണ്ട്. വൈകിട്ട് ഫ്രൈഡേ വൈകുന്നേരം ആയിരിക്കും ഞങ്ങൾക്ക് മീറ്റിംഗ്. സാറ്റർഡേ സൺഡേ വൈകിട്ട് കഴിയും. സൺഡേ തിരിച്ചു വന്നാൽ മൺഡേ എനിക്ക് ക്ലാസ്സിൽ കയറാം. വീക്കെൻഡ്സ് മുഴുവൻ എൻഗേജ്ഡായി വരുന്ന ഒരു സാഹചര്യം വന്നിട്ടുണ്ട്. അപ്പം ഫ്രൈഡേ 3:30 ക്ലാസ് കഴിഞ്ഞിട്ടാണ് പോവുക. ഇതിനു വേണ്ടിയിട്ട് എൻ്റെ സീനിയറായിരുന്ന ഒരു എലിസബത്ത് എൻ്റെ ചേച്ചി എപ്പോഴും പറയായിരുന്നു, GC കാര്യങ്ങളിൽ ഇൻവോൾവ് ആവുന്നതിനനുസരിച്ച് നമ്മൾ നല്ലൊരു വിറ്റ്നസ്സിങ് ലൈഫാണ് ക്യാമ്പസിൽ കൊടുക്കേണ്ടത്. അപ്പം അങ്ങനെയാകുമ്പോൾ നമ്മൾ ഒരിക്കലും ഒരു ക്ലാസ് പോലും കട്ട് ചെയ്യരുത് എന്ന്. അത് ഞാൻ 100% ഞാൻ ആ വാക്ക് പാലിച്ചിട്ടുണ്ട്. അങ്ങനെ 3:30 ശേഷം ഞാൻ 4:05 ഒരു ഇൻ്റർസിറ്റി ഉണ്ട്. ആ ഇൻ്റർസിറ്റിക്കാണ് ഞാൻ ഇപ്പോഴും മീറ്റിങ്ങുകൾക്കൊക്കെ പോവുക. ചെല്ലുമ്പോൾ ഒരുപക്ഷെ രാത്രി കാലങ്ങളിലൊക്കെ ഒത്തിരിയേറെ യാത്ര ചെയ്യേണ്ട ഒരു സാഹചര്യം അന്ന് നിലവിലുണ്ടായിരുന്നു. എന്നെ രാത്രിയിൽ പ്രോഗ്രാമുകൾക്കായിക്കോട്ടെ മീറ്റിങ്ങുകൾക്കായിക്കോട്ടെ GC മാത്രം എന്നല്ല മറ്റ് എൻ്റെ കാര്യങ്ങൾക്കോ മറ്റ് ട്രെയിനിങ് പ്രോഗ്രാമുകൾക്ക് കാര്യങ്ങൾക്കൊക്കെ പോകുന്നതിലും വീട്ടിൽ നിന്ന് വലിയ കാര്യമായി നോ പറയുന്ന ഒരു സാഹചര്യം അല്ല എന്നുള്ളത്. സപ്പോർട്ട് ചെയ്യുകയും കൂടെ നിൽക്കുകയും പ്രോത്സാഹിപ്പിക്കുകയും ഒക്കെ ചെയ്യുന്നൊരു പപ്പയും മമ്മിയും അടങ്ങുന്നതാണ് എൻ്റെ കുടുംബം. പക്ഷേ ഞാൻ പോകുന്ന ദിവസങ്ങളിൽ അത്രയും രാത്രി മുഴുവനും അവരെനിക്ക് വേണ്ടി പ്രാർത്ഥിക്കും. ഞാൻ ചെന്നിറങ്ങുമ്പോൾ അല്ലെങ്കിൽ ചില സ്റ്റേഷനുകളിൽ എത്തുമ്പോൾ ഞാൻ വിളിക്കണം, നിരന്തരം വിളിച്ചുകൊണ്ടേ ഇരിക്കണം, വീട്ടിലേക്ക് ഫോൺ ചെയ്തുകൊണ്ടിരിക്കണം.
പക്ഷെ അവരുടെ ആ ഒരു രാത്രിയിൽ ഉള്ള മുട്ടിന്മേൽ നിന്ന് മമ്മിയും പപ്പയും കൂടി ഒരുമിച്ച് ഉള്ള പ്രാർത്ഥന ഒത്തിരി വളരെ സുരക്ഷിതമായിട്ട് യാത്ര ചെയ്യുന്നതിനും വരുന്നതിനുമൊക്കെ ഉപകാരപ്പെട്ടിട്ടുണ്ട്. അതുപോലെ എൻ്റെ ജീവിതത്തിലുണ്ടായിട്ടുള്ള ഒരു ചെറിയൊരു ഒരു സംഭവം ഞാൻ ഷെയർ ചെയ്യാൻ ആഗ്രഹിക്കുന്നു. ഒരിക്കൽ GCUത്തിൻ്റെ കോഴിക്കോട് സോണിലെ ഒരു പ്രവർത്തനത്തിന് ഒരു മീറ്റിങ്ങിന് ശേഷം ഞാൻ എറണാകുളത്തേക്ക് പോകേണ്ടതായിട്ട് വരുന്നു. അപ്പം രാത്രി 10 മണിക്ക് പപ്പ എന്നെ ഇവിടുന്ന് കോഴിക്കോട് നിന്ന് ട്രെയിനിന് കയറ്റി വിടുന്നു. ആ ട്രെയിൻ പോയിട്ടുണ്ടെങ്കിൽ തൃശ്ശൂർ ഇറങ്ങിയതിന് ശേഷം അവിടുന്ന് അടുത്ത ട്രെയിനിന് വേണം എനിക്ക് പോകാൻ. രാത്രി 10 മണിക്ക് ഞാൻ ഇവിടുന്ന് പോയി തൃശ്ശൂർ റെയിൽവേ സ്റ്റേഷനിലേക്ക് ഞാൻ ഇവിടുന്ന് പോകാൻ ഉദ്ദേശിച്ചിരുന്ന ട്രെയിൻ ഞങ്ങൾ റെയിൽവേ സ്റ്റേഷനിലേക്ക് എത്തുമ്പോഴത്തേക്കും ട്രെയിൻ വന്നു. ആ ട്രെയിനിലെ ഏതോ ഒരു കമ്പാർട്ട്മെൻറ്റിൽ ഞാൻ ഓടിക്കയറി. പക്ഷേ ഞാൻ കയറിയതിന് ശേഷമാണ് അറിയുന്നത് അതൊരു റിസർവേഷൻ കമ്പാർട്ട്മെൻറ്റാണ്. പക്ഷേ എൻ്റെ കയ്യിലുള്ളത് ലോക്കൽ ടിക്കറ്റാണ്. അപ്പം ഞാൻ അവിടെ ആ ട്രെയിൻ മൂവ് ചെയ്തു തുടങ്ങി. ഞാൻ അവിടെ നിൽക്കുന്നു. ആ സമയത്ത് ചെക്കർ വരുന്നു. ചെക്കർ വന്നിട്ട് എന്നോട് ടിക്കറ്റ് ചോദിക്കുമ്പോൾ എൻ്റെ കയ്യിലുള്ളത് ലോക്കൽ ടിക്കറ്റും ഞാൻ കയറിയിരിക്കുന്നത് റിസർവേഷൻ കമ്പാർട്ട്മെൻറ്റിലും. അങ്ങനെ ഞാൻ അദ്ദേഹത്തിൻ്റെ അടുത്ത് പറഞ്ഞു, ഇങ്ങനെ ഞാൻ വന്നപ്പോഴത്തേക്കും ട്രെയിൻ മൂവ് ചെയ്തു തുടങ്ങി, അതുകൊണ്ട് ഞാൻ കിട്ടിയ കമ്പാർട്ട്മെൻറ്റിൽ ഞാൻ ചാടി കയറിയതാണ്. അടുത്തൊരു സ്റ്റേഷനിൽ എത്തുമ്പോഴത്തേക്കും ഞാൻ അവിടുന്ന് ഇറങ്ങി അടുത്ത ലോക്കൽ കമ്പാർട്ട്മെൻറ്റിലേക്ക് കയറിക്കോളാം എന്ന് അദ്ദേഹത്തിൻ്റെ അടുത്ത് പറയുകയും അദ്ദേഹം അത് സമ്മതിക്കുകയും ചെയ്തു. അടുത്ത സ്റ്റേഷനിൽ നിർത്തി കഴിഞ്ഞപ്പോൾ ഞാൻ അവിടെ ഇറങ്ങി. അവിടെ ഞാൻ ലേഡീസ് കമ്പാർട്ട്മെൻറ്റിൽ നോക്കിക്കഴിഞ്ഞപ്പോഴത്തേക്കും ഭയങ്കര റഷാണ്. വാതിൽ പോലും തുറക്കാൻ പറ്റുന്നില്ല, എനിക്ക് അങ്ങോട്ട് കയറാനും പറ്റില്ല. പിന്നെ ഞാൻ തിരിച്ച് ജനറലിൽ വന്നപ്പോൾ അത് അവിടെ നിറയെ ആളുകളാണ്, എനിക്കങ്ങോട്ട് കയറാനുള്ള ഒരു സാധ്യതയുമില്ല. അങ്ങനെ നിൽക്കുന്ന സമയത്ത് ഞാൻ ഇറങ്ങി അതേ കമ്പാർട്ട്മെൻറ്റിൽ ഞാൻ കയറി. അവിടെ ഞാൻ അതേ കമ്പാർട്ട്മെൻറ്റിൽ കയറിയ 2 പോലീസ് ഓഫീസേഴ്സ് ഉണ്ടായിരുന്നു. അവരുടെ അടുത്ത് ഞാൻ പറഞ്ഞു, എൻ്റെ കയ്യിലുള്ളത് ലോക്കൽ ടിക്കറ്റാണ്, എനിക്ക് എറണാകുളത്തിന് പോകാനുള്ളതാണ്, തൃശ്ശൂർ ഇറങ്ങണം. ഞാൻ അവരുടെ അടുത്ത് എൻ്റെ കാര്യങ്ങളൊക്കെ അത്യാവശ്യം കാര്യങ്ങളൊക്കെ ഒന്ന് സംസാരിച്ചു. അപ്പോൾ അവരെൻ്റെ അടുത്ത് പറഞ്ഞു, ഒരു കാര്യം കയറി പോരാൻ പറഞ്ഞു. അതിനൊരു ഇങ്ങനെ സംസാരിക്കേണ്ടി വരുന്ന ഒരു സാഹചര്യമുണ്ട്. ഞാൻ ഡോറിൻ്റെ അടുത്ത് റിസർവേഷൻ കമ്പാർട്ട്മെൻറ്റിൻ്റെ ഡോറിൻ്റെ അടുത്ത് വലിയൊരു ബാഗും 2 ദിവസത്തേക്കുള്ള ഡ്രസ്സും സാധനങ്ങളെല്ലാം ഉണ്ട്, വലിയൊരു ബാഗും തൂക്കി കയ്യിലൊരു കൊന്തയും പിടിച്ച് ഡോറിൻ്റെ അടുത്ത് നിൽക്കുകയാണ്. ലൈറ്റ് ഓഫാണ്, ഡോറിൻ്റെ അടുത്ത് മാത്രമേ ലൈറ്റ് ഉള്ളൂ. ആ ലൈറ്റിൽ ഞാൻ നിൽക്കുമ്പോൾ ആ പോലീസ് ഓഫീസേഴ്സിന് ഒരു സംശയം തോന്നി. ഞാൻ മിക്കവാറും സകല സ്റ്റേഷനും വിട്ട് നിൽക്കുന്ന ഒരാളാണ്, ഇപ്പം ചാടാനുള്ള റെഡി ആയിട്ടൊക്കെ നിൽക്കുന്നത് പോലെ അദ്ദേഹത്തിന് തോന്നി എന്ന് പിന്നീട് അദ്ദേഹം എൻ്റെ അടുത്ത് പറഞ്ഞു. അപ്പം ആ കാഴ്ച കണ്ടിട്ടാണ് അദ്ദേഹം എൻ്റെ അടുത്ത് വരുന്നതും എന്നോട് എന്താണ് ഇവിടെ നിൽക്കുന്നത്, എവിടെ പോവുകയാണ്, എവിടെയാണ് പഠിക്കുന്നത്, എന്താണ് പ്രശ്നം. അങ്ങനെ അദ്ദേഹം എൻ്റെ അടുത്ത് സംസാരിച്ചു. 2 പോലീസ് ഓഫീസേഴ്സാണുള്ളത്. അവർ രണ്ടുപേരും എൻ്റെ അടുത്ത് കാര്യമായിട്ട് സംസാരിച്ചു. ഞാൻ അവരുടെ അടുത്ത് GCUത്തിനെ കുറിച്ചും മീറ്റിങ്ങുകളെക്കുറിച്ചും ഞാൻ പോകേണ്ടിയ സ്ഥലത്തെക്കുറിച്ചുമൊക്കെ അവരുടെ അടുത്ത് പറഞ്ഞു. അവർ എന്നോട് പറഞ്ഞു, കുഴപ്പമില്ല, എവിടെ ഇറങ്ങണ്ട, ഈ കമ്പാർട്ട്മെൻറ്റിൽ തന്നെ ഇരുന്നോളാൻ പറയുന്നു. അവിടെ ഒരു ചേച്ചിയും ഒരു കൊച്ചും കൂടി ഇരിക്കുന്ന ഒരു സീറ്റിൻ്റെ സൈഡിലായിട്ട് എന്നെയും കൊണ്ടുവന്നിരുത്തി. അവരുടെ സീറ്റ് അതിൻ്റെ അടുത്താണ്. അങ്ങനെ ഞങ്ങൾ തൃശ്ശൂരെത്തി. തൃശ്ശൂർ റെയിൽവേ സ്റ്റേഷനിൽ ഇറങ്ങി കഴിഞ്ഞപ്പോഴും എനിക്ക് അവിടെ ഞാനവിടെ തൃശ്ശൂർ റെയിൽവേ സ്റ്റേഷനിൽ ചെന്നിട്ടുണ്ടെങ്കിൽ ഞാൻ അവിടെ ഒരു ക്യാൻറ്റീൻ ഉണ്ടാവുമല്ലോ, റെയിൽവേ ടീ ഷോപ്പൊക്കെ ഉണ്ടെങ്കിൽ അതിൻ്റെ അടുത്ത് ചേർന്നുള്ള ഒരു സീറ്റിൽ ഞാനിരിക്കും. അവിടെ ഇരുന്നിട്ടാണ് എൻ്റെ ഡിഗ്രി സമയത്തുള്ള എല്ലാ റെക്കോർഡുകളും ഞാൻ വരയ്ക്കുക. കാരണം വീക്കെൻഡ്സ് കഴിഞ്ഞ് ചെല്ലുമ്പോഴത്തേക്കും വീക്കെൻഡ് കഴിഞ്ഞ് മൺഡേ ക്ലാസ്സിൽ ചെല്ലുമ്പോൾ സബ്മിറ്റ് ചെയ്യാനുള്ള ഒത്തിരിയേറെ റെക്കോർഡ് ഷീറ്റുകൾ ഞാൻ വരയ്ക്കണം. എൻ്റെ സബ്ജക്റ്റ് ബോട്ടണിയാണ്. അപ്പം റെയിൽവേ സ്റ്റേഷനിലിരുന്ന് ഞാൻ ഈ റെക്കോർഡൊക്കെ വരച്ചിട്ടാണ് നേരം വിളിക്കാറാകുമ്പോഴത്തേക്ക് അടുത്ത ട്രെയിനിന് കയറി എറണാകുളത്തെത്തുക. ഞാൻ അവിടെ ഇരുന്ന് വരയ്ക്കുന്ന സമയത്ത് ആദ്യ സമയങ്ങളിൽ ഒത്തിരി നേരം എനിക്കൊരു കാവൽ പോലെ എൻ്റെ അടുത്തുണ്ടായിരുന്നു. അതിനുശേഷമാണ് അവർ പോകുന്നത്. ഞാൻ കയറേണ്ട ട്രെയിനിനെ കുറിച്ച്, എവിടെയാണ് നിർത്തുന്നതിനെക്കുറിച്ചൊക്കെ ഇവർ കൃത്യമായിട്ട് പറഞ്ഞു തന്നിട്ട് പോയി. അതിനുശേഷം എനിക്ക് തോന്നുന്നു 1.5-2 വർഷത്തിന് ശേഷം ഒരിക്കൽ പപ്പ TV കണ്ടുകൊണ്ടിരിക്കുന്നു. ജോൺ ബ്രിട്ടാസിൻ്റെ ഒരു ഇൻ്റർവ്യൂ വരുന്നു. ഈ ഇൻ്റർവ്യൂവിന് വന്നിരിക്കുന്ന ആളെ കണ്ടപ്പോൾ ഞാൻ പപ്പയോട് പപ്പ ഇദ്ദേഹത്തെ എനിക്ക് നല്ല പരിചയമുണ്ട്, ഇതൊരു പോലീസ് ഓഫീസറാണ്, ഇദ്ദേഹത്തെ എനിക്ക് നല്ല പരിചയമുണ്ടെന്ന് പപ്പ എടുത്ത് പറയുന്നു. ഈ അനുഭവങ്ങളെല്ലാം ഞാൻ വീട്ടിൽ പല സമയങ്ങളിലും എൻ്റെ ഫ്രണ്ട്സിൻ്റെ അടുത്തുമൊക്കെ ഞാൻ പല സമയങ്ങളിലും ദൈവം നമുക്ക് വേണ്ടി, നമ്മൾ ദൈവത്തിന് വേണ്ടി ഇറങ്ങുമ്പോൾ ദൈവം നമുക്ക് സംരക്ഷണത്തിന് ദൈവം പല ആളുകളെ നിയോഗിക്കുമെന്നൊക്കെ ഞാൻ എൻ്റെ ഒരു കഴിഞ്ഞ അനുഭവം പറഞ്ഞ് ഞാൻ പല ആളുകളുടെ അടുത്തും ഷെയർ ചെയ്തിട്ടുണ്ട്. പിന്നീടാണ് ഞാൻ മനസ്സിലാക്കുന്നത് സ്റ്റുഡൻസ് പോലീസ് കേഡറ്റ്സ് പ്രസ്ഥാനത്തിൻ്റെ സാരഥികളായിട്ട് പ്രവർത്തിക്കുന്ന
ബാബു, വിജയൻ എന്ന് പറയുന്ന 2 പോലീസ് ഓഫീസേഴ്സിനെയാണ് ഞാനന്ന് ട്രെയിനിൽ കണ്ടുമുട്ടിയതും എനിക്ക് സംരക്ഷണം നൽകിയ ആളുകളുമെന്നും. എനിക്കും ഈശോയുടെ കൂടെയുള്ള ജീവിതത്തിൻ്റെ പ്രത്യേകത അത് തന്നെയാണ്. നമ്മൾ കണ്ണു അടച്ച് നമ്മൾ വിശ്വസിക്കുക, കർത്താവേ ഇതാ ഞാനെന്ന് പറയുക, നമ്മളെ ഏൽപ്പിച്ചിരിക്കുന്ന, ഇത് എന്നെ ഏൽപ്പിച്ചിരിക്കുന്ന ദൗത്യമാണ് എന്ന് തിരിച്ചറിയുന്നുണ്ടെങ്കിൽ അപ്പം നമ്മൾ ഈശോയ്ക്ക് വേണ്ടിയിട്ട് എന്ത് പ്രതിസന്ധികളെയും നോക്കാതെ നമ്മൾ ഇറങ്ങിപ്പുറപ്പെടാൻ നമ്മൾ തയ്യാറാണെങ്കിൽ ദൈവം നമുക്ക് വേണ്ടിയിട്ട് സംരക്ഷകരെയോ മാലാഖമാരെയോ എന്തും ആയിക്കൊള്ളട്ടെ, നമുക്ക് എല്ലാ സാഹചര്യങ്ങളും അനുകൂലമാക്കി തന്ന് നമ്മളുടെ കൂടെ നിൽക്കാൻ നമ്മുടെ ദൈവമുണ്ട് എന്നുള്ള ഒരു അനുഭവമാണ് എൻ്റെ ജീവിതത്തിൽ ഒത്തിരിയേറെ ഞാൻ കണ്ടിട്ടുണ്ട്, അനുഭവിച്ചിട്ടുണ്ട്. Youth for Christ. ദേവഗിരി കോളേജിലെ പ്രവർത്തനങ്ങളെക്കുറിച്ച് പറയുമ്പം ഒത്തിരിയേറെ ക്രിസ്ത്യൻസ് ആയിട്ടുള്ള, നോൺ ക്രിസ്ത്യൻസ് ആയിട്ടുള്ള ആളുകളുടെ അടുത്ത് ഈശോയെക്കുറിച്ച് പങ്കുവയ്ക്കുവാനും ഒക്കെയുള്ള അവസരം ലഭിച്ചു. തുടർന്ന് കൊന്ത ചൊല്ലിക്കൊടുക്കാനും അവരെ പ്രാർത്ഥിക്കാൻ ഉള്ളൊരു കൂടെ നിർത്തി അവരെ കൂടെ കൂട്ടി പ്രാർത്ഥിക്കാൻ പഠിപ്പിക്കാനും ഒക്കെയുള്ള ഒരു അവസരമായിരുന്നു എനിക്ക് ശരിക്കും ദേവഗിരി കോളേജ്. ഞാൻ ഓർക്കുന്നു, എൻ്റെ ഒരു പ്രവർത്തന മേഖലയിൽ വളരെ കാര്യമായ രീതിയിൽ ഈ ഒരു ദേവഗിരി കോളേജ് എന്നെ ഒത്തിരി എനിക്ക് അവസരങ്ങൾ ഒരുക്കി തന്നിട്ടുണ്ട്. 3rd ഇയേഴ്സ് ആയിട്ടുള്ള GCU അംഗങ്ങളെ ഒരുമിച്ച് കൂട്ടി ദേവഗിരി കോളേജിൽ വെച്ച് ഒരിക്കലൊരു ട്രെയിനിങ് പ്രോഗ്രാം സംഘടിപ്പിക്കാനിടയായി. അന്ന് എനിക്ക് എക്സാമിൻ്റെ സമയമാണ്. ഞാൻ ഓർക്കുന്ന ഓരോ കാര്യങ്ങളും ഓരോ ആളുകളെ ഏൽപ്പിച്ചു. ഓരോ ലീഡേഴ്സായിട്ടുള്ള ആളുകൾക്ക് വ്യത്യസ്തമായ റെസ്പോൺസിബിലിറ്റീസ് നൽകി. ഫുഡിൻ്റെ കാര്യം ഏൽപ്പിച്ചിരുന്ന ഒരു കുട്ടി അത് ചെയ്യാതെ വന്നു. പക്ഷേ എന്തോ അവൻ്റെ സാഹചര്യങ്ങളായിരിക്കാം, എന്തോ അവന് ചെയ്യാൻ പറ്റിയില്ല. ആ സമയത്ത് ഏറ്റവും ഈ കാര്യം അവനോട് ചോദിക്കുകയോ അവൻ ചെയ്തിട്ടുണ്ട് എന്ന് ഞങ്ങൾ ഉറപ്പുവരുത്തുകയോ ചെയ്തില്ല. അങ്ങനെ ഒരു വീഴ്ച ഞങ്ങളുടെ അടുത്ത് സംഭവിച്ചു. പിറ്റത്തെ ദിവസം എനിക്ക് എക്സാം ഉണ്ട്. അതിനു മുമ്പ് തന്നെ വൈകുന്നേരം ഇൻ്റർസെഷൻ നടന്നുകൊണ്ടിരിക്കുകയാണ് പ്രോഗ്രാമിന് വേണ്ടിയിട്ടുള്ള. പ്രോഗ്രാമിൻ്റെ ഇൻ്റർസെഷൻ നടക്കുമ്പം ഞാൻ എൻ്റെ ഹോസ്റ്റൽ വാർഡൻ്റെ അടുത്ത് പെർമിഷൻ എടുത്ത് ഇൻ്റർസെഷനിൽ പങ്കെടുത്തു. അതുപോലെ ഇൻ്റർസെഷന് പങ്കെടുത്ത് ദിവ്യാരണി ഈശോയുടെ മുമ്പിലിരുന്ന് പ്രാർത്ഥിച്ച സമയത്ത് എൻ്റെ മനസ്സിലേക്കൊരു ചിന്ത വന്നു. ഞാൻ ഈശോയുടെ അടുത്ത് പ്രാർത്ഥിച്ചതാണ്, എൻ്റെ ഈശോയെ ഞങ്ങളുടെ ഇടപെടലിൻ്റെ കുറവ് കൊണ്ട് എന്തെങ്കിലും പോരായ്മകൾ ഞങ്ങളുടെ ട്രെയിനിങ് പ്രോഗ്രാമിന് സംഭവിക്കാൻ അവിടെ നിന്ന് ഇടവരുത്തരുത്. ഇനി എന്തെങ്കിലും ഒരു കുറവ് വന്നിട്ടുണ്ടെങ്കിൽ അത് ഞങ്ങൾക്ക് കാണിച്ചു തരണം. അപ്പോൾ ആ ഒരു സമയത്ത് എൻ്റെ മനസ്സിലേക്ക് പെട്ടെന്ന് വന്നൊരു ചിന്തയാണ് ഇവിടുത്തെ ഫുഡിൻ്റെ കാര്യങ്ങൾ അറേഞ്ച് ചെയ്യുക എന്നുള്ളത്. ഫുഡിൻ്റെ കാര്യങ്ങൾക്ക് വേണ്ടി ഞാൻ പെട്ടെന്ന് തന്നെ അവനെ വിളിച്ചു. പക്ഷേ ഫോണിൽ കിട്ടിയില്ല. അപ്പം ഫുഡ് ഏൽപ്പിക്കുന്ന ഒരു ജോസിയേട്ടനാണ്. അപ്പോൾ ജോസിയേട്ടനെ ഞാൻ വിളിച്ചു. ജോസിയേട്ടനുമായിട്ട് സംസാരിച്ചപ്പോൾ ജോസിയേട്ടൻ എൻ്റെ അടുത്ത് പറഞ്ഞു, ഇല്ല ഇതുവരെ ഇങ്ങനെ ഒരു കാര്യം ഏൽപ്പിച്ചിട്ടില്ല. അപ്പം തുടർന്ന് ജോസിയേട്ടനോട് പറഞ്ഞു, ചേട്ടാ ഞാൻ വിളിക്കാം, അത്യാവശ്യം വരുവാണെങ്കിൽ ഒന്ന് ഹെൽപ്പ് ചെയ്യണമെന്ന് പറയുന്നു. പെട്ടെന്ന് തന്നെ ചേട്ടൻ എന്നെ തിരിച്ചു വിളിച്ചു. ചേട്ടൻ എൻ്റെ അടുത്ത് പറഞ്ഞു, ബ്ലസ്സി ഒരു കാര്യം ചെയ്യുക, ലിസ്റ്റ് ഇങ്ങനെ തന്നേരെ, മെനു ലിസ്റ്റാക്കി തരിക, ഞാനത് ചെയ്തു തരാമെന്ന് പറയുന്നു. പക്ഷേ അവിടുന്ന് ദിവ്യാരണ്യ ആരാധനയുടെ മുൻപിൽ നിന്ന് എഴുന്നേറ്റ് പോയി ആ സെക്യൂരിറ്റി ശശിയേട്ടൻ്റെ ക്യാബിൻ്റെ അടുത്ത് നിന്ന് ഒരു പേപ്പർ എടുത്ത് ആ പേപ്പറിലാണ് പ്രോഗ്രാം അറ്റൻഡ് ചെയ്യുന്നവർക്ക് വേണ്ടിയിട്ടുള്ള മെനു ലിസ്റ്റ് ചെയ്ത് ജോസിയേട്ടനെ ഏൽപ്പിക്കുന്നത്. പക്ഷേ ജോസിയേട്ടൻ ഫുഡൊക്കെ ക്രമീകരിച്ച് ഞങ്ങൾക്ക് പിറ്റത്തെ ദിവസം തന്നെ പിറ്റേ ദിവസം വൈകുന്നേരം തുടങ്ങുന്ന പ്രോഗ്രാമിന് ചേട്ടൻ ഫുഡൊക്കെ ക്രമീകരിച്ച് ഞങ്ങൾക്ക് കൊണ്ടുവന്നു. ആ പ്രോഗ്രാമും ഇതുപോലെ തന്നെ 0-0 ബാലൻസിൽ അവസാനിച്ചൊരു പ്രോഗ്രാമാണ്. ദൈവത്തെ മാത്രം മുന്നിൽ നിർത്തുന്ന ബ്ലസ്സിക്ക് ഒന്നും ഒരു തടസ്സമല്ല. വഴിതെറ്റാൻ ഏറ്റവും കൂടുതൽ സാധ്യതയുള്ള ക്യാമ്പസ് ജീവിതത്തിൽ സുവിശേഷം നൽകാൻ നടത്തുന്ന ഇവരുടെ പ്രവർത്തനങ്ങളിൽ പ്രാർത്ഥനയിലൂടെ നമുക്കും പങ്കുചേരാം. അടുത്തയാഴ്ച വീണ്ടും കാണാം.